38,000 നേഴ്സുമാരുണ്ട്. 38,000 നേഴ്സുമാരെ വിദേശ രാജ്യങ്ങളിലാണ്. അവര് രക്ഷപ്പെടില്ലേ? അത് അവരൊന്നും കഴിവില്ലാഞ്ഞിട്ടല്ല തോറ്റത്. അവരൊക്കെ കഴിവുണ്ടവര് ഉഴപ്പിണ്ട് തോറ്റത്. പഠിത്തത്തിൽ ശ്രദ്ധ മാറുമ്പോ അവരുടെ ഈ ഫോക്കസ് വേറെ ആയി പോയിട്ട് തോറ്റത്. കഴിവില്ലാഞ്ഞിട്ടൊന്നും. Good morning, everyone. Welcome to Edu Talks at KPL, coming to you from the prestigious Kottayam Public Library. I'm Dr. Shaini, a career counselor and a dedicated mentor who helps individuals to find career clarity with confidence. അവർ സെക്കൻഡ് ചാൻസ് ഇവിടെ വരികയാണ്. നമ്മുടെ കോളേജിന്റെ ഗേറ്റ് കടന്ന് അവർ വരുമ്പോൾ അവർ നമ്മളെ ആശ്രയിക്കുന്നു എന്നതിന്റെ അർത്ഥം. I'm happy to be back with an inspiring educator as we reshape the perspective of success and failure, because it is a mindset that decides the destiny, not the marks. We are honored to have Sajin Nandiyad sir. He is the director of Public College Kottayam and he is a respected leader in the field of education, as he is known to give second chances to those students who has failed academically, because he believes it is the resilience that matters for the future, not marks. ഇവിടെ സാർ ഒരു അക്കാഡമിക്കലി ഫെയിലായ കുട്ടികൾക്ക് യു ഹാവ് ഗിവൺ എ സ്പേസ് ഫോർ ദം അല്ലേ? സോ സാറിൻ്റെ UG കാലം മുതൽ ഈ ഒരു കോളേജ് ഫോം ചെയ്യുന്ന ആ കോൺസെപ്റ്റ് വരെയുള്ള ഒരു കരിയർ പാത്ത്, അതിനെക്കുറിച്ച് സാറൊന്ന് ബ്രീഫ് ചെയ്യാവോ? നമ്മളെല്ലാം വ്യത്യസ്തരാണ്, വ്യത്യസ്ത നിയോഗവുമായിട്ടാണ് നമ്മൾ ജനിക്കുക. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. മനുഷ്യർ ഒരുപോലെയാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മളിലുള്ള ഇൻബോൺ ടാലന്റ് വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന കാലം മുതലേ കോളേജ് നടത്തി. അതൊരു അത്ഭുതമാണ്. അതായത് 17ാമത്തെ വയസ്സിൽ ഒരു കോളേജിന്റെ ഭാഗമായി മാറുകയാണ്. ഈ പബ്ലിക് കോളേജ് എന്ന് പറയുന്നത് ശരിക്കും ഏകദേശം ഒരു 75 വർഷത്തിന് മേളിൽ പ്രായമുള്ള കോളേജാണ്. പക്ഷെ പേര് കൊണ്ട് 43 വർഷമായിട്ടുള്ളൂ പബ്ലിക് കോളേജ്. അതിന് മുമ്പ് ഇതിന്റെ പേര് പ്രൊവിഡൻസ്, കിങ്സ്, അങ്ങനെ പല പേരുകൾ, ഫ്രണ്ട്സ്, അങ്ങനെ പല പേരുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ വന്നു ചേർന്നത്. ട്യൂഷന് വന്നൊരു കോളേജ്, അവിടുത്തെ അധ്യാപകർക്കുമായിട്ടുള്ള ബന്ധത്തിൽ പിന്നീട് അന്ന് 6 മാസം +2 ഭോപ്പാലിൽ പോയി എഴുതുക. ഇന്നത്തെ പോലെ 6 മാസം കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത +2 അന്ന് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അന്ന് ഗവൺമെന്റ് അങ്ങനെ ഒരു കോഴ്സ് നടത്തുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മളത് ഭോപ്പാലി കുട്ടികളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ള നിയോഗം അധ്യാപകർ എന്നെ ഏൽപ്പിച്ചു. അവർക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ 17 വയസ്സുകാരൻ ഈ ഭോപ്പാലിൽ പോയി +2 അവിടുത്തെ എഴുതാനാണ് കുട്ടികളെ ട്രെയിനിൽ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് അവര് പ്രായമുള്ള അധ്യാപകരായതുകൊണ്ട് അവരെന്നോട് നടത്താൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ട് ഇത് കോളേജ് നടത്തുക. അപ്പൊ CMS ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജ് നടത്തുന്നു. അങ്ങനെ പരാജയ വിദ്യാർത്ഥികളെ ഞാൻ 17 വയസ്സ് തൊട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ യോഗ്യതയില്ല എനിക്ക്, കാരണം ക്വാളിഫിക്കേഷൻസ് ഇല്ല. പക്ഷെ എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മള് ഈ അത്യാവശ്യം ഈ വായിച്ച് പഠിപ്പിക്കുന്ന രീതിയുണ്ട് ഡിഗ്രിക്കൊക്കെ പഠിക്കും. അപ്പൊ അങ്ങനെ പാരലൽ ട്യൂട്ടോറിയലായതുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ തോറ്റ പിള്ളേരൊക്കെ വിജയിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ ആത്മാർത്ഥത്തോടെ ചെയ്തു കേട്ടോ. അവര് എല്ലാവരും കഴിവുള്ളവരാണ്. ഈ പരാജയപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അവർ ഉടപ്പിട്ട് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും മാനസികമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. പരാജിത വിദ്യാർത്ഥികളുടെ പ്രശ്നം എന്താ? അവർ ഉഴപ്പി തോറ്റത്. സിനിമയിലും വിദ്യാഭ്യാസ രംഗത്തും ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സാറിന് എപ്പോഴാണ് സാറിന് ഫീൽ ചെയ്തത് ലൈക്ക് അക്കാഡമിക്സ് ഫെയിൽ ആയാലും ജീവിതത്തിൽ ഫെയിൽ ആകത്തില്ല എന്നുള്ളൊരു ഫീൽ എപ്പോഴാണ് വന്നത്? അതിന് എന്തെങ്കിലും ഒരു ലൈഫ് എക്സ്പീരിയൻസ് സാറിന് പറയാം? 2,13,000 കുട്ടികൾ തോറ്റവർക്ക് നമ്മളൊരു വഴി മാറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ ചെറിയ ജീവിതമല്ലേ, നമുക്ക് ഒത്തിരി നാളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ സമൂഹത്തോട് നമുക്ക് ചെയ്യാൻ ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. നമ്മൾ ചില തിന്മകൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, നന്മ പറഞ്ഞു കൊടുക്കണം. നമുക്ക് നന്മ ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ജീവിതം സാറ്റിസ്ഫൈഡ് ആണ്. ആ കുടുംബങ്ങളിൽ നല്ല ഐശ്വര്യം വരുന്നു, കുടുംബങ്ങളിലെ കുട്ടികൾക്ക് നല്ല ഭാവി വരുന്നു, അവരുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ ഹാപ്പി ആകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. മാക്സിമം തെറ്റുകളും കുറ്റങ്ങളും പോകാതെ നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെ മെസ്സേജ് കൊടുക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. സാർ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഇവിടെ വന്ന് പാസ്സായിട്ടില്ലേക്കിനോ ജീവിതത്തിലൊരു വേറൊരു ലെവലിലേക്ക് പോയ സ്റ്റുഡന്റ് ആയിരുന്നു? അയ്യോ, എത്ര പേരില്ല. പിന്നെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും വിളിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്, ജോസഫ് ഉണ്ട്, എപ്പോഴും വിളിക്കും. ഇപ്പോഴും അത് അങ്ങനെ ഉണ്ട്. ഒരു ഡോക്ടേഴ്സ് ഉണ്ട് നമ്മൾ പഠിപ്പിച്ച് ഇവിടെ വിട്ടതിൽ തോറ്റിട്ട് വന്നൊരു ഡോക്ടർമാർ ഒത്തിരി പേര്. ഒരു 38,000 നേഴ്സുമാരുണ്ട്. 38,000 നേഴ്സുമാരെ വിദേശ രാജ്യങ്ങളിലാണ്. അവര് രക്ഷപ്പെടില്ലേ? അത് അവരൊന്നും കഴിവില്ലാഞ്ഞിട്ടല്ല തോറ്റത്. അവരൊക്കെ കഴിവുണ്ടവര് ഉഴപ്പിണ്ട് തോറ്റത്. പഠിത്തത്തിൽ ശ്രദ്ധ മാറുമ്പോ അവരുടെ ഈ ഫോക്കസ് വേറെ ആയി പോയിട്ട് തോറ്റത്. കഴിവില്ലാഞ്ഞിട്ടൊന്നും. നമ്മളിപ്പം അപ്പൊ അവരുടെ മാതാപിതാക്കൾ തരുന്ന പൈസ കൊണ്ടല്ലേ നമ്മൾ ജീവിച്ചേ. വീട്ടുജോലി ചെയ്യുന്നിട്ട് നമുക്ക് ഫീസ് തരുന്നവരുണ്ട്, വെയിലത്ത് കോൺക്രീറ്റ് പണി ചെയ്തിട്ട് നമുക്ക് ഫീസ് തരുന്ന മാതാവ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ കാശുള്ളവരല്ല. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവർ എങ്ങനെയും കൊണ്ട് ഫീസ് തരുന്നുണ്ട്.
ആ ഫീസിൽ നിന്ന് നമുക്ക് അമിത ലാഭം കിട്ടത്തില്ല. എൻ്റെ എല്ലാ ഫീസും എപ്പോഴും പിള്ളേർക്ക് അങ്ങോട്ട് തിരിച്ച് സർവീസ് കൊടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞാൽ നമ്മൾ മരിക്കുമ്പോൾ 10 പേരെങ്കിലും ഉള്ളിൽ വേദനയോട് പുള്ളി മരിച്ചല്ലോ എന്ന് വേദനിക്കുന്ന 10 പേരെ സൃഷ്ടിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മളിവിടെ മനുഷ്യരായി ജീവിച്ചു ഭൂമിയിൽ. എല്ലാം നമ്മൾ ജീവിച്ചിട്ടില്ലെന്നായിട്ടോ. ജീവിതം വളരെ ചെറുതാണ്. നമ്മൾ പുണ്യപ്രവൃത്തിയാണ് സത്യം. പരാജിതരായ വിദ്യാർത്ഥികളെ നമ്മൾ വിജയിപ്പിച്ച് +2 6 മാസത്തെ +2 ഇവിടുത്തെ കേരളത്തിലെ +2 നോക്കുന്നവരെ SLC നോക്കുന്നവരൊക്കെ നമുക്ക് വരുമ്പോൾ നന്നായി പഠിപ്പിച്ച് കഴിയുമ്പോൾ അവർക്കൊരു ആ സമയത്ത് ടീനേജ് അവർക്ക് സംഭവിക്കണം. അവരെ ചിന്തിക്കാനുള്ള കഴിവില്ലേ പിള്ളേർക്ക്. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞാൽ കേൾക്കത്തില്ല ഉണ്ടല്ലോ പിള്ളേരുടെ ഇപ്പോഴത്തെ രീതിയുണ്ട്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പഠിപ്പിച്ച് ജീവിതത്തെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് അവരെ ആശങ്കപ്പെടുത്തി അപ്പനും അമ്മയും എന്നും അവർക്ക് ഉണ്ടാവത്തില്ലെന്ന് ഒരു ദിവസം സ്വന്തമായി കാലിൽ നിൽക്കേണ്ടവരാണ്. അവരുടെ ഭാവി എന്താണെന്ന് അവരെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് അവരെ നമ്മൾ കൗൺസിൽ ചെയ്ത് അവരെ നമ്മൾ അവർക്ക് ബോധ്യത്തോടെ നമുക്ക് വേണ്ടി പഠിപ്പിക്കും. ചില പിള്ളേർ പഠിക്കുന്നത് അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. ചില പിള്ളേർ പഠിക്കുന്നത് നമ്മൾ അധ്യാപകരെ ബോധിപ്പിക്കാൻ അല്ല. അവർക്ക് വേണ്ടി അവർ പഠിക്കുമ്പോൾ അവർ ജയിക്കും. അവർക്ക് വേണ്ടി അവർ പഠിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവർക്ക് വേണ്ടി അവരെ പഠിപ്പിക്കാൻ നമ്മൾ അവരെ ബാധ്യസ്ഥരാക്കും. എങ്ങനെയാണ്? ചിന്തകളിലൂടെ അവരെ ചിന്തിപ്പിക്കണം. ഞാൻ പഠിച്ചാൽ എൻ്റെ ഗുണം എന്താണ്? അപ്പം നല്ല വ്യക്തിയാവും, നല്ല വ്യക്തിയായി മാറും, സമൂഹത്തിന് വിലയും നിലയുണ്ടാവും, നല്ല ജോലി കിട്ടും, നല്ല കുടുംബജീവിതം ഉണ്ടാവും, മറ്റുള്ളവരുടെ നിലയും വില ഉണ്ടാവും, സോഷ്യൽ സ്റ്റാറ്റസ് കൂടും. പിന്നെ അറിവ് എന്ന് പറയുന്നത് നോളജ് ഇസ് പവർ തന്നെ. അപ്പം നല്ല രീതിയിൽ പോവുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ബോധ്യപ്പെടുത്തുക, അവർ നന്നായി പഠിക്കണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. സാർ ഒരു ലോങ് ടേം സക്സസിന് വേണ്ടി സാർ എന്തിലാണ് വിശ്വസിക്കുന്നത്? ഇസ് ഇറ്റ് ദ മൈൻഡ് സെറ്റ് ഓർ ഇസ് ഇറ്റ് മാർക്സ്? സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണല്ലോ വളരെ ബേസ്. പിന്നെ നമ്മൾ സക്സസ് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. സക്സസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മൈൻഡ് സെറ്റ് റെഡിയാക്കി വീട്ടിൽ ഇരുന്ന് സക്സസ് ആകും. അല്ല, ഈ മൈൻഡ് സെറ്റ് അപ്പം സാർ പറഞ്ഞ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മൈൻഡ് സെറ്റ് ആണ് ഒരു ജയത്തിന്. അപ്പോൾ അത് പേരൻസിനും ടീച്ചേഴ്സിനും എങ്ങനെ ഈ മൈൻഡ് സെറ്റ് ബെറ്റർ ആക്കാൻ പറ്റും സ്റ്റുഡൻസിന്? അല്ല, മൈൻഡ് സെറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള സ്റ്റുഡൻസിന്റെ പ്രായത്തിൽ അവരുടെ മൈൻഡ് സെറ്റ് നമുക്ക് അത്ര അംബീഷൻസ് ഉള്ളവർ വളരെ കുറവല്ലേ. പേരൻസിന് അംബീഷൻസ് ഉണ്ടല്ലോ, എല്ലാ പേരൻസിനും അംബീഷൻസ് ഉണ്ട്. കാരണം സ്വന്തം മക്കളെ സ്നേഹിക്കാത്ത ഒരു പേരൻസും ഇല്ല. എൻ്റെ മക്കള്, എൻ്റെ മോനല്ല മോള് ഉയർന്ന നിലയിൽ ഭയങ്കര ലെവലിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് പേരൻസ് ഉള്ളത്? പേരൻസിനെല്ലാം അംബീഷൻസ് ഉണ്ട്. പിന്നെ അധ്യാപകർക്ക് അംബീഷൻസ് ഉണ്ട്. കുട്ടികളെ നല്ല ഞങ്ങൾ പഠിക്കുന്ന കുട്ടികൾ നല്ല നിലയിൽ പോകുന്നത് കാണാൻ അംബീഷൻസ് ഉണ്ട്. എന്ത് അംബീഷൻ ഉണ്ടെങ്കിലും ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് മനസ്സിൽ ഈ സംഭവം മൈൻഡ് സെറ്റ് ഉണ്ടാക്കി ഇതിനുള്ള പ്രതിഫലം തരുന്ന കുട്ടികളാണ്. അവർക്ക് വേണ്ടി ചിലപ്പോൾ കഷ്ടപ്പെട്ട് ആണെങ്കിലും അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള നീഡ്സ്, അതായത് ഫീസ്, ഫുഡ്, വസ്ത്രം, പാർപ്പിടം, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം കൊടുക്കാനേ മാതാപിതാക്കൾക്ക് പറ്റത്തുള്ളൂ. അവരുടെ പക്ഷെ അധ്യാപകർക്ക് നന്നായി പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ. കോളേജിലോ സ്കൂളിലോ പോയി പരീക്ഷ എഴുതേണ്ടത് ആ പേപ്പറിൽ അത് പ്രകടിപ്പിച്ച് കൊണ്ട് എഴുതേണ്ടത് വിദ്യാർത്ഥിയാണ്. അപ്പൊ 3 പേരുടെ എഫോർട്ടാണ്, കമ്പൈൻഡ് എഫോർട്ടാണ് റിസൾട്ട് എന്ന് പറയുന്നത്, ഇല്ലേ? അധ്യാപകർ, മാതാപിതാക്കൾ, both mindset and the responsibilities from all the 3 sides. All the 3 sides. From guardian side, that means parents. The teachers, then students. ഈ പരാജയപ്പെട്ട കുട്ടികളെ സാർ ഏറ്റെടുക്കുന്നു. സോ ഇങ്ങനത്തെ കുട്ടികളെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ വേണ്ടി വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ലുക്ക് ഇൻ ദം? അവർ സെക്കൻഡ് ചാൻസ് ഇവിടെ വരികയാണ്. നമ്മുടെ കോളേജിന്റെ ഗേറ്റ് കടന്ന് അവർ വരുമ്പോൾ അവർ നമ്മളെ ആശ്രയിക്കുന്നു എന്നതിന്റെ അർത്ഥം. എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എനിക്കില്ലേ? അപ്പം എനിക്ക് ജീവിക്കണം എന്നുള്ളത് മാത്രമല്ല, അവിടെ എനിക്ക് ജീവിക്കാൻ അവർ ഫീസ് തരുമ്പോൾ ആ ഫീസിൽ ഒരു അംശം എനിക്ക് കിട്ടും. അത് മാത്രമല്ലല്ലോ, അവർ ഗേറ്റ് കടന്ന് എന്നെ അന്വേഷിച്ച് എന്നെ പബ്ലിക് കോളേജിൽ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ നമ്മളെ വിശ്വസിക്കുന്നു. ഓൺലൈൻ റെക്കോർഡിംഗ് വീഡിയോ ഉണ്ട്, നോട്ട്സ് സംവിധാനമുണ്ട്. റെഗുലർ ക്ലാസ് വരണമെന്നില്ല. പ്രായമുള്ളവരുണ്ട്, 88 വയസ്സുകാരെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇടത്തുവായില് അരിപ്പാട് പബ്ലിക് കോളേജ്. പിന്നെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞങ്ങൾ മുത്തശ്ശിയെ പഠിപ്പിച്ചു, +2 പാസ്സായി. പേപ്പറിലൊക്കെ വന്നു. ഓൺലൈനായിരുന്നു. അപ്പം ആഗ്രഹം ചിലര് പഠിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ജോലിക്ക് വേണ്ടി മാത്രമല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ. ചെറുപ്പത്തിൽ സാധിക്കാത്ത, നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യം ഒക്കെ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റാത്തത്. നമ്മുടെ ക്രൈറ്റീരിയ 10ൽ തോറ്റ കുട്ടികളെ എത്ര നാൾ കൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചേർക്കുന്നത്? 10 തോറ്റ കുട്ടികൾക്ക് നമുക്ക് അപ്പൊ ഒരു 6 മാസം കൊണ്ടാണ് 10ാം ക്ലാസ് പാസ്സാക്കാൻ പറ്റും. ഇനി 10 പഠിക്കണമെന്നില്ല. 15-14 വയസ്സ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏത് പൗരനും ഇവിടെ 10ാം ക്ലാസ് ചെയ്യണം. വിദ്യാഭ്യാസ അടിസ്ഥാനം ഇല്ലാത്തവർക്കും 10ാം ക്ലാസ് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകൃത 10ാം ക്ലാസ്. അവരെ +2 പഠിക്കണമെങ്കിൽ 10 പാസ്സാവും. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് +2 ഇത് 6 മാസം കൊണ്ട് നമ്മൾ 6 മാസം കൊണ്ട് 6 മാസം കഴിയുമ്പോൾ തോറ്റവർക്ക് 10 ഈ വർഷം പാസ്സായവർക്ക് 2ാം വർഷം +2 എഴുതാൻ പറ്റും. അവർക്ക് 6 പേപ്പർ എഴുതുന്ന 5 പാസ്സായാൽ മതി. CBSE പോലെ CBSEയുടെ തന്നെ സെയിം, ICSEയുടെ ഒക്കെ സെയിം അതോറിറ്റി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എല്ലാം ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മെഡിക്കലുകാർക്ക്, എഞ്ചിനീയറിംഗ് രംഗത്ത് പോകുന്നവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. പിന്നെ കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. 10ാം ക്ലാസ്സിൽ നമുക്ക് എല്ലാ ഗ്രൂപ്പും ഉണ്ട്. ഡിഗ്രിക്ക് തോറ്റവരല്ല, ഡിഗ്രിക്ക് +2 പാസ്സായവരെ പഠിപ്പിക്കുന്നുണ്ട്.
അല്ല നമ്മളിപ്പം ബികോമോ ബി എ തോറ്റ ആൾക്കാർക്ക് നമ്മളിങ്ങനെ ഇവിടെ തോറ്റവർക്ക് വിടില്ല. BA ഇവിടെ റെഗുലറായിട്ട് +2 കഴിഞ്ഞ ഒരു ഡിഗ്രിക്ക് ചേരുമല്ലോ. പിന്നെ തോറ്റവർക്ക് നമ്മൾ ട്യൂഷൻ കൊടുക്കും. റെഗുലർ സെഷൻസ്. അത്രേ ഉള്ളൂ. റെഗുലർ ഉണ്ട്, പോസ്റ്റും ഉണ്ട്. ഓക്കെ. ജോലിയുള്ളവർ BA BCom പഠിക്കാം. ജോലിയുള്ളവരുണ്ട്, ദൂരെയുള്ളവർക്കൊന്നും ഇവിടെ വരണമെന്നില്ല. അവർക്ക് കുറച്ചുകൂടെ ഓവറേജാണ്. ജോലിക്കാർക്ക് ഡിഗ്രി എടുക്കണമല്ലോ, പിന്നെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ. അല്ലാത്തവരൊക്കെ ഉണ്ട്, +2 പാസ്സായവരുണ്ട്, ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ ഇവിടെ വീട്ടിൽ ഇരുന്ന് പഠിക്കാവുന്ന സംവിധാനമുണ്ട്. നോട്ട് കൊടുക്കും, വീഡിയോ റെക്കോർഡിംഗ്. തോക്കുന്ന കുട്ടികൾ ചിലർ പറയല്ലേ, ഐ എം ഫെയിൽഡ്, ഐ എം ഡൺ. അങ്ങനെ പറയുന്ന ആൾക്കാരോട് അല്ലെ കുട്ടികളോട് അവരോട് പറയാൻ സാറിനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ്? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നെപ്പോളിയൻ പറഞ്ഞത്. അതായത് എന്നെ കൊണ്ട് കൊള്ളില്ല എന്ന് നെഗറ്റീവ് വൈബ് ഒരിക്കലും കൊടുക്കരുത്. ഐ മസ്റ്റ്, എന്നെ കൊണ്ട് പറ്റും എന്നൊരു ബോധ്യം നമുക്ക് സ്വയം വരണം. നമ്മൾ തന്നെ നമ്മുടെ എനർജി. അതിന് നമ്മുടെ പബ്ലിക് കോളേജിന്റെ പരസ്യടിയിലാണ് ഫൈൻഡ് യുവർ സെൽഫ് എന്ന്. അതായത് ഫൈൻഡ് യുവർ സെൽഫ് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തണം. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കൊള്ളില്ല വീട്ടിനകത്തിരുന്ന ഞാൻ എന്നും കൊള്ളാത്തവനാ. എന്നെ കൊണ്ട് കൊള്ളും, ഐ മസ്റ്റ്, എനിക്ക് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ പോലെ നമുക്കിങ്ങനെ പ്രകൃതിയുടെ മക്കളാണ്. ആ പ്രകൃതിയുടെ മക്കൾക്കെല്ലാം ഇവിടെ ജീവിക്കാനും ഒരേ പോലെയുള്ള നമുക്ക് ഒരേ കഴിവുകളാണ്. നമ്മൾ പ്രയോഗിക്കുന്നില്ല. നമ്മളെ വീട്ടിലൊക്കെ കറിക്കത്തി കണ്ടിട്ടില്ല. കറിക്കത്തി നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? തുരുമ്പായി കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ കൊള്ളുന്നില്ല. എന്നാൽ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഷാർപ്പായിരിക്കും. എന്നും ഉപയോഗിക്കുന്ന കറിക്കത്തി എപ്പോഴും തിളങ്ങിയിരിക്കും. നമ്മളെന്നും ബ്രെയിൻ ഉപയോഗിക്കണം. നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. പഠിക്കാത്ത ഒരാൾ നമ്മൾ എന്നെ കൂടെ കൊള്ളില്ല, നമ്മളെന്നും പഠിക്കണം. ജീവിതത്തിൽ 24 മണിക്കൂർ പഠിക്കുന്നത്. നമ്മൾ ഓരോന്നിനും ഓരോ ടൈം ടേബിൾ ലൈഫിൽ ഉണ്ടാക്കണം. As we come to the end of this conversation, I would like to thank Saji sir for his valuable insights and even to point us out that failure, it is not an end, it's just a turning point. Thank you, sir, for your time, your vision, and giving hope to so many students who just needed one more chance to rise up again. Thanks to all the viewers for joining us here at EduTalks at KPL. And if today's conversation has inspired you, please share it with your friends who needs motivation today. Please remember one thing, it is your mindset that will design your destiny, not your marks.